ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ പാലട പായസം മിക്സാണ് കേട്ടോ. ഇപ്പോൾ സ്മാർട്ട് പോയിൻറ്റിലുണ്ടല്ലോ 2 പായസം മിക്സ് കൊടുക്കുന്നുണ്ട്. ഇത് വെർമിസെല്ലിയുടെ ആണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം 85 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചായിരുന്നു. ഇപ്പോൾ പാലട പായസമാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 ലിറ്റർ പാല് അടപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിനകത്ത് പഞ്ചസാരയുണ്ട്, കിസ്മസ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, എല്ലാ ഐറ്റംസും ചേർന്നതാണ് കേട്ടോ. ഏലക്കപ്പൊടി എല്ലാം ചേർന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തിളച്ചിരിക്കുന്ന പാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇത് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് അല്പം നെയ്യും അല്പം ഏലക്കപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 30 മിനിറ്റിന് ശേഷം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കണേ കേട്ടോ. പിന്നെ ഇത് മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതും, പിന്നെ ഇത് ക്യാബേജും ആണ് കേട്ടോ. ഇത് സാമ്പാർ കിറ്റിലുണ്ടായതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉലർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അല്പം കടുകും പൊട്ടിച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങയും ക്യാബേജും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഉലർത്തിയെടുക്കാം കേട്ടോ. അല്പം വെള്ളവും കൂടെ ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുള്ളൂ. പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് കറി മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ കിറ്റിലൊക്കെ വരുന്ന പച്ചക്കറിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചാലുണ്ടല്ലോ അത് വേസ്റ്റായി പോകത്തുമില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ചില കാഴ്ചകളും, ഇത് കലോത്സവത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിലെ കൂടി പോയപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് ഓരോരോ ആഗ്രഹങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.